ഓരോ തുങ്കനാഥ് തുങ്കനാഥ് അമർറേ അമറേ ഒന്ന് കുളിച്ചു വിശ്രമിച്ചിട്ട് രാത്രിയോടെ തന്നെ ഹിമാലയം കയറണം. ക്ഷമിക്കണം നരേന്ദ്രജി, പരമേശ്വര പ്രഭു കോപിച്ചിരിക്കണു. ഹിമാലയത്തിലേക്കുള്ള ചുരം എവിടെയൊക്കെയോ ഇടിഞ്ഞിരിക്കണു. വഴി അത്രയും 5-6 ദിവസമായിട്ട് ബ്ലോക്കാ. ഇനി ഞാൻ ഗ്വാളിയോറിൽ നിന്ന് തീർത്ഥാടകരെയും കൊണ്ടുവന്നിട്ടുള്ള ഒരു ബസ് ഒലിച്ചു പോയിട്ട് ഇതുവരെ ഒരു പൊടിയും കിട്ടിയിട്ടില്ല. മിലിറ്ററിക്കാര് തരേണ്ടത്ര എവിടെ തരാനാ? പാതാളഗംഗയിലേക്കല്ലേ ഒലിച്ചു പോയേക്കണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വഴി ക്ലിയർ ആണ് വരെ ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ അങ്ങോട്ട് കൂടാം. എന്താ? സന്തോഷ ശർമാജി. ആ വരൂ. പൂർവാശ്രമത്തെ കുറിച്ചൊരു സന്യാസി ആലോചിക്കാനോ പറയാനോ പാടില്ല എന്നാ ശാസ്ത്രം. അപ്പുട്ടനായിരുന്ന എന്റെ പേര്. തിരുവല്ലാമല സ്വദേശം. 36 കൊല്ലം മുമ്പ് സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്ന് നാട് വിടുകയായിരുന്നു. മദ്യപിച്ച് ബോധമില്ലാണ്ട് കയറി വന്ന് എനിക്ക് താഴെ നിൽക്കണ കുട്ടികളെയും പെറ്റ തള്ളയും തല്ലിച്ചതക്കണ കണ്ടപ്പോ സഹിക്കാൻ പറ്റാൻ്റെ ഒരു ദിവസം ഇരുളിൽ ഒളിച്ചു നിന്ന് തലങ്ങും വിലങ്ങട് വെട്ടി മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഓടിപ്പോരായിരുന്നു. അപ്പോ അമ്മയും കുട്ടികളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ല. പട്ടിണി കിടന്ന് എത്ര കാലാചിട്ടാ പിടിച്ചു നിൽക്ക. ആരോ വിളിക്കണ്ട്. അമ്മ കിടന്നോളൂ. അമ്മയ്ക്ക് ആള് തെറ്റിയില്ല. സ്വന്തം മക്കളെ തെറ്റിപ്പോവോ? കണ്ടു, ഞാൻ എന്റെ കുട്ടിയെ കണ്ടു. ഞാൻ എന്റെ കുട്ടിയെ കണ്ടു. നീ നോക്ക്. അമ്മയ്ക്ക് തോന്നിയതാ. അമ്മേ, അമ്മേ, 4 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ ഏട്ടനെ കണ്ടു എന്ന് അമ്മ പറയണേ. അതുവാ നാഗസന്യാസിമാരുടെ കൂട്ടത്തിൽ. കാലടി ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിൽ വേദാന്തം പഠിപ്പിക്കുന്ന ആളായിരുന്നു എൻ്റെ ഏട്ടൻ. പ്രൊഫസർ ഇരിങ്ങണ്ണൂർ ഭരതപിഷാരടി. വലിയ പണ്ഡിതനായിരുന്നു. 5 കൊല്ലം മുമ്പ് പ്രയാഗിൽ നടന്ന കുംഭമേള കാണാൻ പുറപ്പെട്ടു പോയതാ. പിന്നെ മടങ്ങി വന്നിട്ടില്ല. ഏട്ടൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ പ്രയാഗിൽ നിന്നൊരു സന്യാസി ഞങ്ങളുടെ നാട്ടിൽ വന്നു. ഒരു മൺകുടത്തിൽ ഏട്ടൻ്റെ ചിതാഭസ്മമായിട്ട്. അവിടെ വെച്ച് തന്നെ സമാധിയായിരുന്നത്രേ. ഏട്ടൻ്റെ ആഗ്രഹപ്രകാരം ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കുകയും ചെയ്തു. ആളിന്റെ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ചിത്രം തരുമോ പ്രഭാകർജി? ചെറുപ്പത്തിലെ ആധ്യാത്മികമായിട്ട് ഇത്തിരി കെട്ടുപാടൊക്കെ ഉള്ള ആളായിരുന്നു ഏട്ടൻ. ശങ്കരദർശനത്തെക്കുറിച്ച് 3-4 പുസ്തകം എഴുതിയിട്ടുണ്ട്. വെള്ളിനേഴി ഗോവിന്ദനാശാന്റെ കൂടെ കഥകളെയും പഠിച്ചിട്ടുണ്ട്. വൈദ്യം അറിയാം, ജ്യോതിഷം അറിയാം. ജീനിയസ് എന്നൊക്കെ പറയില്ലേ നമ്മള്. അതായിരുന്നു ശർമാജിന്റെ ഏട്ടൻ. ഭരതപിഷാരടി. കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് വെറുതെ തോന്നിയ ഒരു സംശയം. ഇനി ആ ആളെന്നെ അല്ലെങ്കിൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതാ.
വിടന്നെ, വിട്. അമ്മേ അരുത്, അടിയൊഴുക്കുണ്ട്, നിലകിട്ടില്ല. മടുത്ത് ശർമാജി, എനിക്ക് ജീവിതം മടുത്തു. മോനെ, മോനെ, ഭരതാ. മോനെ, ഭരതാ. മോനെ, ഭരതാ. ഭരതാ. അമ്മേ മടങ്ങി വരണം, എന്റെ കൂടെ നീ മടങ്ങി വരണം. നിർബന്ധിക്കരുത് എൻ്റെ അമ്മ. ഒരിക്കലെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണ് ഞാൻ. നാടും വീടും നന്മ നിറഞ്ഞ പലതും. ഇനിയൊരു മടക്കയാത്രയില്ല. ഒന്നുകില് എന്റെ കൂടെ മടങ്ങി വരിക, അല്ലെങ്കിൽ ഇതിൽ എന്നെ മുക്കി കൊല്ലുക. വലിയ പുണ്യ നദിയല്ലേ. എന്റെ മകന്റെ കൈകൊണ്ടാവുമ്പോ എളുപ്പം കിട്ടുമല്ലോ ഈ അമ്മയ്ക്ക് മോക്ഷം. അമ്മേ, എന്റെ ഗുരുവായൂരപ്പ, ചിതാഭസ്മായിട്ട് ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയ എന്റെ കുട്ടിക്ക് ഒരു പുനർജന്മം കൊടുത്തല്ലോ നീ. അവിടത്തോട് എങ്ങനെയാ ഞാൻ ഈ കടം വീട്ടുക? വേണേച്ച എന്റെ ജീവൻ എടുത്തോളൂ പകരം. അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയാ? എവിടെ രുക്മാവതി അമ്മേ ഷാരടി മാഷ്? 1.5 മണിക്കൂറായല്ലോ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ നാട് വിട്ടുപോയ ഒരാൾ തിരിച്ചു വന്നതല്ലല്ലോ, മരിച്ച് മണ്ണടിഞ്ഞു പോയ ഒരാൾ മടങ്ങി വന്നതല്ലേ. ഈ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടാവാത്തൊരു അത്ഭുതം. കിടക്കുക എന്റെ കുട്ടി, നല്ല ക്ഷീണം ഉണ്ടവന്. രാവുണ്യാരും കൂട്ടരും ഇപ്പൊ പൊയ്ക്കോളൂ, പിന്നീട് സൗകര്യമായിട്ട് വന്ന് കാണാലോ. അതിപ്പോ അങ്ങനെ അങ്ങോട്ട് പോവാൻ പറ്റുമോ രുക്മാവതി അമ്മേ? നാട്ടുകാരെന്ന നിലയ്ക്ക് എന്താ ഉണ്ടായെന്ന് ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? ഇനിയിപ്പൊ എന്തറിയാനാ കുഞ്ഞീഷ്ണ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അങ്ങട് വിചാരിക്കുക. എന്തായാലും തിരിച്ചു കിട്ടിയില്ലേ നമുക്കവനെ? ക്രിമിനൽ കുറ്റല്ലേ അയാൾ ചെയ്തത്? ആരോടും പറയാതെ നാട് വിട്ടുപോയി. മരിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചിതാഭസ്മം കൊടുത്തയച്ചു. നമ്മളത് ഭാരതപ്പുഴയിൽ ഒഴുക്കി 7 ബലിയും നടത്തി. അതെ, എന്നിട്ട് അവന്റെ 16 അടിയന്തരത്തിന് മൃഷ്ടാനം നാക്കി 4 ഏമ്പക്കവും ഇട്ടു. ജോത്സരെ, നിങ്ങൾ ഇങ്ങനെ ക്ഷോഭിച്ചിട്ടൊന്നും കാര്യമില്ല. നാട്ടിലൊരു കാര്യം നടന്ന അതിന്റെ വിത്തും പേരും ചോദിച്ചറിയാനുള്ള അവകാശം നാട്ടുകാർക്കുണ്ട്. നിങ്ങൾ ആരാരാവുന്നേരെ? ഇന്നാട്ടിലെ മൈസ്ട്രേറ്റോ അതോ തുക്കുടി സായിവോ? ഒരരജി പോയാ മതി ഞങ്ങളുടെന്ന്. പിന്നെ മൈസ്രേറ്റും തുക്കടി സായിപ്പും ഒക്കെ വന്നോളൂ ഇവിടെ. വരട്ടോ ഗോപാല, ആരാച്ചാ വരട്ടെ. എന്റെ മരുവന്റെ തല വെട്ടിക്കളയൊന്നുമില്ലല്ലോ അവര്. ഇനി വെട്ടുകാച്ചാ അങ്ങോട്ട് വെട്ടട്ടെ, ഞങ്ങളങ്ങ് സഹിച്ചോളാം അല്ലേ? ഗോവിന്ദ, ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? മതി ആ കുട്ടിയെ വിസ്തരിക്കണത്. ഇനി അവന്റെ പേരിൽ ആരും ഒരു പുകലും ഉണ്ടാക്കണ്ട. ഇഷ്ടമില്ല എനിക്കത്. എന്റെ കുട്ടിയെ, നീ ഇങ്ങനെ ഇതിന്റെ അകത്ത് അടച്ചു പൂട്ടിക്കിടന്നാൽ എങ്ങനെയാ? ആകെ വല്ലാണ്ടായിരിക്കണു നീ. ഞാൻ പറയുന്നതൊന്ന് കേക്കണ്ട കുട്ടിയെ. ഈ മുടിയൊക്കെ വെട്ടി കുളിച്ചു വാ നീയെ. കൃഷ്ണന്റെ അമ്പലം വരെ പോണം നമുക്ക്.
ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട് മുത്തേ നിന്റെ പേരിൽ അമ്മ. ഞാൻ എങ്ങോട്ടുമില്ല. ആളുകളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി പോയില്ലേ എന്നൊരു തോന്നല്. കാലദോഷം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. ശ്രീരാമചന്ദ്രൻ കിടന്നില്ലേ കാട്ടില്, അതും 14 വർഷം. അത് അച്ഛൻ്റെ ആജ്ഞ നിറവേറ്റാൻ, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ. ഞാനോ ചതിക്കല്ലായിരുന്നോ ഞാൻ എല്ലാവരെയും? ഭരത, കിടന്നോളൂ. കാറൽ മണ്ണ് വരെ ഒന്ന് പോവാ ഗോവിന്ദ മാമ. ഒരു കല്യാണാലോചന ശരിയാക്കിയിട്ടുണ്ട് ഇവക്ക് ഞാൻ. ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് കുടുങ്ങിക്കിടക്കല്ലേ കുട്ടി ഇവിടെ. നിന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം ഭരത, ഒക്കെ നേരെ ആയിക്കോളൂ. നിനക്ക് ഇവളെ മനസ്സിലായിട്ടുണ്ടാവില്ല. പ്രഭാകരന്റെ ഭാര്യയാ. കുറച്ച് ദിവസമായി സുഖമില്ലാഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കായിരുന്നു. മോളെ, ദാ ഏട്ടൻ, ഇവിടുത്തെ ഇനിയത്തെ കാരണോര്. ചത്തുപോയ ഒരാളെ ജീവനോട് ആദ്യമായിട്ട് കാണുക ശാരസ്യാര് അല്ലേ? ഷാരസ്യാരല്ലാട്ടോ, നല്ല അതല്ല നായരൂട്ടിയാ. പട്ടാമ്പിന്ന് കട്ടോണ്ട് വരുമായിരുന്നു പ്രഭാരേട്ടൻ. 4-5 കൊല്ലായിട്ട് ലോഹ്യത്തിലായിരുന്നു അത്ര ഇവര് തമ്മില്. പുന്നാരം പറഞ്ഞു നിന്നാലേ എനിക്ക് നേരം പോവും. ഞാൻ പോയിട്ട് വരാം. ഇത് നീ ഋഷികേശിന്ന് കൊണ്ടുവന്ന പറ്റിയല്ലേ? നിറയെ പൊന്നും പെണ്ണും ആവൂതില്ലേ. ആവട്ടെ, ഭാമയുടെ കല്യാണം കേമായിട്ട് നടത്തണം നമുക്ക്. ഹിമാലയത്തിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ജടയും മുടിയും പോയപ്പോൾ തന്നെ നിനക്കൊരു ഐശ്വര്യം വന്നു. ആട്ടെ, എന്താ നിന്റെ ഭാവി പരിപാടികള്? ഒന്ന് ശ്രമിച്ചാൽ ആ പഴയ ഉദ്യോഗം തിരിച്ചു കിട്ടില്ല നിനക്ക്. ഒരു ജന്മത്തിൽ തന്നെ എത്ര ജന്മം ജീവിച്ച് തീർത്തു ഗോവിന്ദമാമേ ഞാൻ. മാഷായി, എഴുത്തുകാരനായി, സന്യാസിയായി, ഒടുക്കം വടക്കേ ഇന്ത്യയിൽ എവിടെയോ കിടന്ന് സമാധിയുമായി. ഇനി ഒന്നിനും വയ്യ. ശിഷ്ടകാലം നിങ്ങളുടെയൊക്കെ കാൽച്ചോട്ടിൽ നാരായണനാമവും ജപിച്ച് ഒരു ഉറുമ്പിനെ പോലെ അങ്ങോട്ട് കഴിയുക, അത്ര തന്നെ. അടുത്ത ആഴ്ച അവര് വരും ഭാമയെ കാണാൻ. കൂടെ നിനക്കും എവിടുന്നെങ്കിലും ഒരു ബന്ധം ആലോചിച്ചാലോ മോനെ? ഗോവിന്ദാമ അനുസരിച്ച് അത് നടക്കും. ഞാനെന്താ ജോത്സ്യനോ അതോ കല്യാണ ബ്രോക്കറോ? പട്ടാമ്പിയില് മണക്കുളങ്ങര ശാരത്തൊരു കുട്ടിയുണ്ട്. പഠിപ്പും വിവരവും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കൊന്ന് ആലോചിച്ചാലോ അമ്മേ? ഒന്ന് നിർത്തണുണ്ടോ ലക്ഷ്മി? പെണ്ണ് കാണലും പേരെടുക്കലും ഒന്നും വേണ്ട എനിക്ക്. തൽക്കാലം ഭാമയുടെ കല്യാണം നടക്കട്ടെ, മറ്റൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഭരത, ഒടുക്കം നിനക്ക് വേണ്ട ഗതി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. നാട്ടുകാരുടെ മുഴുവൻ ജാതകങ്ങൾ കൂട്ടിക്കെട്ടി അവസാനം എന്റെ ജാതകത്തോട് മറ്റൊന്ന് കൂട്ടിക്കെട്ടാൻ മറന്നു ഞാൻ. ഇപ്പൊ നോക്കുമ്പോ എന്റെ ജീവിതം പൂജ്യം, വട്ടപൂജ്യം. ആരുടെ ജീവിത ഗോവിന്ദമാമയെ ധന്യം? കേട്ടിട്ടില്ലേ പൂന്താനം പറഞ്ഞത്? 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി 10 പന്തിരാണ്ട് ഉണ്ണിയായിട്ടും പോയി എന്ന്. ആകപ്പാടെ നമുക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ചു തരുന്ന 10-60 വയസ്സിനിടയ്ക്ക് നമ്മളൊക്കെ 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിലാ. പിറന്നു വീണ പിന്നെ 10-12 വയസ്സ് വരെ അതാ ഒരു ഉണ്ണി മാങ്ങയുടെ പരുവത്തിലും. 13ാമത്തെ വയസ്സോട്ട് തുടങ്ങായില്ലേ 7 ശനി, കണ്ടകശനി, കേതുവിന്റെ അപകാരം, രാഹുർ ദശ എന്നൊക്കെ പറഞ്ഞ ഓരോ കാലദോഷങ്ങള്. 40-40 വയസ്സ് കഴിയും ആ കാലദോഷ കടലൊക്കെ ഒന്ന് നീന്തി കിട്ടാൻ. അപ്പോഴേക്കും തുടങ്ങായി ഷുഗർ, പ്രഷർ, പാൽപിറ്റേഷൻ, കൊളസ്ട്രോള്, ആമവാദം, സന്ധിവാദം എന്നൊക്കെ പറഞ്ഞ ഓരോ ദണ്ണങ്ങള്. ഒടുക്കം മയോകാർഡിയാക് ഇൻഫ്രാക്ഷൻ എന്ന ഓമന പേരിൽ ഒരു ഹാർട്ട് അറ്റാക്കും. ടീം ഒരു ബലൂൺ പൊട്ടിപ്പോണത് പോലെ പൊട്ടിത്തെറിച്ചു പോയില്ലേ. അതോടെ നമ്മുടെയൊക്കെ ജീവിതം. എന്താ പ്രഭാകര? എന്താ രുക്മാവതി അമ്മേ? എന്താ ഗോവിന്ദമാമേ? ആർക്കെങ്കിലും എന്തെങ്കിലും മറുത്തു പറയാനുണ്ടോ?